അടുത്തതായി ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് എല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അതായത് UDF പരിശോധിക്കുകയാണെങ്കിൽ KC വേണുഗോപാലാണ് അവിടുത്തെ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ദേശീയ നേതാവ് എന്നതിലുപരി ഇവിടെ ഒരു തോൽവി KC വേണുഗോപാലിന്റെ സ്വന്തം സ്ഥലം കൂടെയാണ്. ആലപ്പുഴയിൽ സംഭവിച്ചാൽ അത് തീർത്താൽ തീരാത്ത ഒരു വിഷമമായി തന്നെ UDFന് അത് എന്താണ് പരിണമിക്കും. അതുപോലെ തന്നെ AM ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് നിലനിർത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് MP കൂടിയാണ് AM ആരിഫ്. അപ്പോൾ എന്താണ് കനലൊരു തരി മതി എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടൊപ്പമാണ് 19 സീറ്റിലും കോൺഗ്രസ് ജയിച്ചപ്പോൾ ഒരു സീറ്റിൽ മാത്രം ജയിച്ച AM ആരിഫിനെ LDF ഉയർത്തി കാണിച്ചത്. ആ ഒരു സീറ്റ് നിലനിർത്താനുള്ള ഒരു ആവശ്യകത ബാധ്യത കൂടി AM ആരിഫിനുണ്ട്. അതുപോലെ തന്നെ LDFനെ സംബന്ധിച്ചോളം ആ സീറ്റ് പോയാൽ അത് വലിയൊരു നാണക്കേടാകും. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെയാണ് BJP ആലപ്പുഴയിലേക്ക് അവതരിപ്പിച്ചത്. അത് നമ്മുടെ ശോഭാ സുരേന്ദ്രനാണ്. കഴിഞ്ഞ തവണ BJPക്ക് ഏറ്റവും വലിയ വോട്ട് വിഹിതം നേടിക്കൊടുത്ത ഒരു സ്ഥാനാർത്ഥി. ഇത്തരത്തിലുള്ള 3 ശക്തരായ സ്ഥാനാർത്ഥികളാണ് ആലപ്പുഴ മണ്ഡലത്തിലെ ഏറ്റവും ശക്തരും ബലവുമായ വ്യക്തികളാകുന്നത്. ഏതായാലും CR ശ്യാം ചേരുകയാണ്. ശ്യാം, ആലപ്പുഴ എന്ന മണ്ഡലവും തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒക്കെ പോലെ തന്നെ വലിയൊരു A ക്ലാസ് മണ്ഡലമായി തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെ? വലിയൊരു സാധ്യത പരീക്ഷണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ഒക്കെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് അല്ലെ? എന്താണ് ഇപ്പോൾ ആലപ്പുഴയിലെ അടിയൊഴുക്കുകളെ കുറിച്ച് പറഞ്ഞാൽ? മാർലിവ ശരിക്കും സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ പോകുമ്പോൾ അത് കോൺഗ്രസിനും CPM-നും സംബന്ധിച്ച് അവരുടെ അഗ്നി പരീക്ഷണത്തിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ ആലപ്പുഴ പ്രകടമാക്കുന്നത്. വലിയ ശക്തമായ മത്സരമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനം രക്ഷിച്ച ഒരു MP-യാണ് കനലായി കനലൊരു തരി മതി എന്നുള്ള മുദ്രാവാക്യവുമൊക്കെ ആയി മാനം രക്ഷിച്ച ഒരു MP-യാണ് AM ആരിഫ്. 10,474 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇവരുടെ, അതായത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിനെ പൊട്ടിച്ചുകൊണ്ട് അദ്ദേഹം ലോക്സഭയിലേക്ക് കടന്നു വന്നത്. അത് ഇത്തവണ നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കാരണം അവർ നോക്കുന്നത് അവരുടെ കനൽ ഈ മഴയത്തൊക്കെ ഒന്ന് ഒലിച്ചു പോകാതെ അല്ലെങ്കിൽ കെടാതിരിക്കുന്നതിനുള്ള ഒരു ശ്രമം അത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ആ കനൽ കെടുത്താതെ നിർത്തുക എന്നുള്ളത്. മറിച്ച് കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ അദ്ദേഹം ദേശീയ നേതൃത്വത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരാളാണ്. അദ്ദേഹം ഈ സീറ്റിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണ അതിനു മുൻപ് ഉണ്ടായിരുന്ന ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇപ്പോഴത്തിൽ മാറിയ സാഹചര്യങ്ങളിൽ അദ്ദേഹം എങ്ങനെയാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നത്? 5 വർഷ കാലഘട്ടം അദ്ദേഹം അവിടെ നിന്നും മാറിയൊക്കെ നിന്നിട്ടുണ്ട്. എങ്കിൽ പോലും നാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സജീവമായിരുന്നു. പക്ഷേ അത് വീണ്ടും ഈ AM ആരിഫിനെ മറികടന്നുകൊണ്ട് എങ്ങനെ ഇവിടെ വരും? അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം, കഴിഞ്ഞ തവണ ലഭിച്ചിരുന്ന ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ടുകൾ എങ്ങനെ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് അതും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം ആയി മാറിയിരിക്കുകയാണ് ആലപ്പുഴ. ആദ്യമൊക്കെ വലിയ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വലിയ പ്രാധാന്യമൊക്കെ നൽകിയില്ല എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരത്തിൽ നിർത്തി പ്രചരണ പ്രവർത്തനങ്ങൾ ഇറങ്ങിയ സമയം മുതൽ BJP അത് ആലപ്പുഴ മണ്ഡലം എന്നത് A ക്ലാസ് മണ്ഡലം എന്ന് തന്നെ പറഞ്ഞാണ് അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നും ഒരു വനിതാ മന്ത്രി എന്ന നിലയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അവരുടെ ഫ്ലെക്സ് ബോർഡുകളിലൊക്കെ അത്തരത്തിലൊരു വാചകം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രചരണ പ്രവർത്തനം നടത്തുന്നത്. ശോഭാ സുരേന്ദ്രനെ പറ്റി പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ മണ്ഡലങ്ങളിലൊക്കെ അവർ വന്നതിന് ശേഷം BJPയുടെ വോട്ട് ഇരട്ടിയിലധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത് മുൻപ് മാർലിബ സൂചിപ്പിച്ചതാണ്. ആറ്റിങ്ങലിലെ മണ്ഡലത്തിലെ 2 ലക്ഷത്തിലധികം വോട്ടുകൾ അവർ പിടിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഡോക്ടർ KS രാധാകൃഷ്ണനാണ് ആലപ്പുഴയിൽ BJPക്ക് വേണ്ടി മത്സരിച്ചത്. അദ്ദേഹത്തിന് 1,37,000 അധികം വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിഞ്ഞു. പക്ഷേ BJP നേടുന്ന വോട്ട് ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഈ തീപാറുന്ന പ്രസംഗത്തിലൂടെയൊക്കെ അവർ സ്വാധീനിക്കുന്ന വോട്ട് ആലപ്പുഴയിൽ അവർക്ക് ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുക എന്നത് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം കാലങ്ങളായി CPM-ഉം കോൺഗ്രസും ഒക്കെ അവരുടെ കരങ്ങളിൽ നിന്നുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് നില ഉയർത്തുക, വേണ്ടി വന്നാൽ കേന്ദ്രത്തിൽ ഒരു വനിതാ മന്ത്രി എന്ന BJPയുടെ സ്വപ്നം മറികടക്കുവാനൊക്കെ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് BJPയും വരുന്നത്. പക്ഷേ നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഈ കോൺഗ്രസിലും CPM-ഉം തമ്മിലുള്ള ഇഞ്ചോടിഞ്ചോടൊരു പോരാട്ടം. AM ആരിഫ് ഇത്തവണ വിജയിക്കുമോ എന്നുള്ളതാണ്. KC വേണുഗോപാൽ മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സംഗതി കൂടിയാണ്.
തീർച്ചയായും ഇപ്പോൾ ശ്യാം പറഞ്ഞതുപോലെ കനൽ ഒരു തിരി അത് അണയാതെ തന്നെ നിലനിൽക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയാം. അതുപോലെ തന്നെ KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് കോൺഗ്രസിനെ ആലപ്പുഴയിൽ കൈപിടിച്ച് നടത്താൻ കഴിയുമോ? രാഹുൽ ഗാന്ധിയുടെ വലം കൈയാണ്. ഇപ്പോൾ ആ കൈ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. ഇനി അടുത്ത് ശോഭാ സുരേന്ദ്രനായിരുന്നാലും ശ്യാം പറഞ്ഞതുപോലെ വളരെ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് BJP ആലപ്പുഴയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒരു കേന്ദ്രമന്ത്രിയുടെയൊക്കെ കാര്യം പറയുന്നു, പ്രചാരണത്തിന് അതായി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. ഒരു കേന്ദ്രമന്ത്രിയും ആലപ്പുഴയിൽ നിന്നുണ്ടാകുമോ എന്നുള്ളത് അറിയാനും ഇനി മണിക്കൂറുകൾ മാത്രമാണ്.